ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഇന്ന് മഴയൊന്നുമില്ലേ, നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ തുണിയൊക്കെ പുറത്ത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോയിട്ട് വരുവാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ മുൻഭാഗം. മുമ്പിൽ തന്നെ വലിയ മരങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം ആക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം കിഴക്കമ്പലം പോയപ്പം ഞാൻ കുറേ മാങ്ങ വാങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് അച്ചാറാക്കുമ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും വായു, നമുക്ക് അച്ചാറാക്കാം. അപ്പം ഇത്രയും മാങ്ങയുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ഇത് നമുക്ക് വൃത്തിയായി കഴുകിയെടുക്കാം. ഞാൻ ഒരെണ്ണം താഴെ പോയി. അപ്പം ഞാൻ അച്ചാർ വെക്കുമ്പോൾ ഇതിൻ്റെ തൊലി കളയുന്നില്ല. അതുകൊണ്ട് വൃത്തിയായിട്ട് നമുക്ക് ആദ്യം കഴുകിയെടുക്കാം. ഞാനിപ്പോൾ മാങ്ങയൊക്കെ വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. മാങ്ങ മുറിച്ചിടേണ്ട പാത്രവും കത്തിയും ഒക്കെ റെഡിയായി. പിന്നെ നമുക്ക് മാങ്ങ മുറിക്കാവേ. ഇത് 1.5 കിലോ മാങ്ങയുണ്ട്. 1.5 കിലോ മാങ്ങയ്ക്ക് 100 രൂപ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ വെച്ച് വിൽക്കുമായിരുന്നു. മാങ്ങ കണ്ടപാടെ എപ്പോൾ ഞാൻ മാങ്ങ വാങ്ങിക്കും. പക്ഷെ അച്ചാറിടാൻ ഭയങ്കര മടിയാണ്. എന്താണെന്നറിയത്തില്ല. മാങ്ങ വാങ്ങിച്ചാലും അത് ഇപ്പം ഞാൻ മാങ്ങ കണ്ടാൽ അപ്പം വാങ്ങിക്കും. മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇങ്ങനെ ഉപ്പ് കൂട്ടി തിന്നോ അല്ലെങ്കിൽ ചമ്മന്തി അരക്കോ കറി വെക്കുമ്പോഴും അങ്ങനെ തീർക്കുകയാണെന്ന്. എനിക്ക് അച്ചാറിടുന്ന കാര്യം ഭയങ്കര മടിയാണ്. എന്താ അറിയില്ല. പകുതി മാങ്ങ അച്ചാറിടാമെന്നും പകുതി മാങ്ങ ഉപ്പിലിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉപ്പിലിട്ടത് ഇവിടെ ഇത്തൂട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രജി ചേട്ടനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. നമുക്ക് മാങ്ങയ്ക്ക് പുളിയുണ്ടോ നോക്കാം. വലിയ പുളിയില്ല, ചെറിയ പുളിയുണ്ട്. നല്ല മാങ്ങ. മാങ്ങ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിപ്പത്തിലാണ് മുറിക്കുന്നത്. കാണിക്കാം. ഏകദേശം ഈ ഒരു സൈസിലാണ് മുറിക്കുന്നത്. അച്ചാറിടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് മുറിക്കാം. ഞാൻ അങ്ങനെ മാങ്ങയൊക്കെ മുറിച്ച് പകുതി ആയപ്പോഴാണ് ഒന്ന് കിഴക്കമ്പലം പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ വേഗം അതൊക്കെ അവിടെ വെച്ചിട്ട് കിഴക്കമ്പലം പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പം അച്ചാർ നമുക്ക് വന്നിട്ടാക്കാവേ. ഇവിടെ ഇരിക്കട്ടെ. ഇപ്പം റെഡി ആവുന്നൊന്നുമില്ല, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഞങ്ങളിവിടെ കിഴക്കമ്പലത്തുള്ള ഹോമിയോയിലാണ് വന്നിട്ടുള്ളത്. ഉച്ചവരെ അവിടെയുള്ളൂ, അതുകൊണ്ടാണ് വേഗം വന്നേ. അപ്പം ഞാൻ ഹോമിയോയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാഗിയിലെ ബിരിയാണി, പപ്പടം, ചാറ്, പിന്നെ ഇതുമുണ്ട്, ചല്ലാസും ഉണ്ട്. ഇതാണ് ബിരിയാണി. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് തന്നെ നല്ലൊരു ഭരണിയും വാങ്ങിയായിരുന്നേ. പിന്നെ നമുക്ക് ഉപ്പിലിടുന്നത് ഈ ഭരണിയിൽ തന്നെ ഇടാം, പ്ലാസ്റ്റിക് പാത്രത്തിലിടാണ്ട്. അപ്പം ഇനി ചോറൊക്കെ ഉണ്ടിട്ട് നമുക്ക് ബാക്കി മാങ്ങയുടെ പരിപാടി നോക്കാം. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് ഇപ്പോൾ 2:30 ആയിട്ടുണ്ട്. അപ്പം അന്നേരമാണ് ഞാൻ പിന്നെ ആദ്യം മാങ്ങ മുറിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ 3:15 ആകുമ്പോഴത്തേക്ക് ഇത്തൂട്ടനും വരും. അതുകൊണ്ട് ഏതായാലും ഞാൻ ഇനി അച്ചാർ വെക്കുന്നൊന്നുമില്ല, എല്ലാം ഉപ്പിലിടാൻ തന്നെ വിചാരിച്ചു. ഒരു 2 മാങ്ങ എടുത്ത് കറിക്കിടാനോ മീൻ കറി വെക്കുമ്പോൾ ഇടാനോ അല്ല ചമ്മന്തി അരയ്ക്കാനോ മാറ്റിയും വെക്കാം. ബാക്കിയെല്ലാം ഉപ്പിലിടുക ചെയ്യുന്നത്. അപ്പം ഇതുവരെ ഞാൻ മാങ്ങ അച്ചാർ ഇട്ടിട്ടില്ല. എപ്പോൾ അത് അമ്മയൊക്കെ ഇട്ട് തരല്. പിന്നെ അത് ഇട്ടിട്ട് നന്നാവുമെന്നും എനിക്കറിയില്ല. എന്തായാലും സമയവും ഇല്ല. അതുകൊണ്ട് ഏതായാലും ഞാൻ ഇത്തവണ അച്ചാർ വെക്കുന്നില്ല. ഇനി മാങ്ങ വാങ്ങിക്കുമ്പോൾ നമുക്ക് അച്ചാർ വെക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, വലിയ പുളിയുമില്ല. മുറിക്കുമ്പോൾ കുറേ അങ്ങനെ തിന്നുകയും ചെയ്തു. അപ്പം ഞാൻ മാങ്ങയൊക്കെ മുറിച്ച് കഴിഞ്ഞേ. അപ്പം ഇത്രയും മാങ്ങയാണ് ഉള്ളത്. ഇനി നമുക്കിത് ഉപ്പിലിടാം. നേരത്തെ പോയപ്പോൾ വാങ്ങിയ ജാറ് വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് 1.5 കിലോ കൊള്ളുന്നതാണ്. അപ്പം നമുക്ക് ഈ മുറിച്ച മാങ്ങയല്ല ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മാങ്ങയിലും കുപ്പിയിലൊന്നും അധികം വെള്ളം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, താഴെയൊന്നും പോവാതെ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് നല്ല
വെള്ളം തിളപ്പിച്ചിട്ട് അത് നല്ലോണം തണിയണം. അതിലേക്ക് പാകത്തിന് ഉപ്പും, ഈ കുപ്പി ഏകദേശം ഇത്ര തന്നെ മാങ്ങയുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മൾ മാങ്ങയിലേക്ക് ഒഴിക്കുന്ന വെള്ളം. ഇത് നന്നായി തിളപ്പിച്ചിട്ട് തണിയുമ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് നമ്മൾ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് അധികം നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 2 സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാങ്ങയുടെ മേളിൽ നിൽക്കുന്ന അത്രയും വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിലും വെള്ളമൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയിലും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് ഞാൻ മുന്നേ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതെന്ന് ഞാൻ മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ച കറിവേപ്പിലയാണ്. ഇതിൽ ഒരു 2 തണ്ടും കൂടി ഇട്ട് കൊടുക്കണം. നമ്മളിത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ മുളകൊക്കെ ഒന്ന് താഴേക്കാക്കിയിട്ട്, കറിവേപ്പിലയും മുളകൊക്കെ താഴേക്കാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് അടച്ച് വെക്കാവേ. അടച്ച് സൂക്ഷിച്ച് വെക്കാം. നമ്മുടെ ഉപ്പുമാങ്ങ ഇനി ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാവേ. 3 കാലമായിട്ടുണ്ട്. ഇപ്പം ഇത്തോട്ടനെ കൂട്ടാൻ പോവാനുമായി. അപ്പം ഞാനിങ്ങനെ ഇത്തോട്ടൻ്റെ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചെറിയ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.